ഞാനാണ് ജോൺ. നമ്മുടെ പരിപാടിയില്ലേ കിസ് ഓഫ് ലവ് കൊച്ചി മറൈൻ ഡ്രൈവില്. ഞങ്ങൾ ടീംസ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട് സ്പോട്ടില്. നിന്റെ ബഡീസിനെ വിളിച്ചെത്തിയേക്കട്ടാ. കറക്റ്റ് 4:30 തന്നെ എത്തണേ. ഓക്കെ ബഡി. അപ്പൊ സുലാൻ Lovers note something happening between a partner, a boyfriend. Permission. That is the reason that why all the Keralites here gather. ഒരു പുരുഷൻ തെറ്റ് ചെയ്താൽ അതിന് ഒരു മതിത്വമില്ലായ്മ, സ്ത്രീ തെറ്റ് ചെയ്താൽ അതിന് കൂടുതൽ കിസ് ഓഫ് ലവ്. ഇത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഇത് അമേരിക്കയില്ല, കേരളമാണ്, നമ്മുടെ കേരളം. നോക്കിയും നടത്തില്ലെങ്കിൽ പെട കിട്ടും, പെട, നല്ല പെട കിട്ടും. അതെ, നീ പോണ്ട, അത്ര തന്നെ. കിസ് ഓഫ് ലവ് നീയൊക്കെ പോയിട്ട് കാര്യമുണ്ട്. പണ്ടല്ലേ മൂന്നാണ് ഞാൻ പോയി എന്ത് കാണിക്കാന്? ആകാശത്ത് ഒരു ഉമ്മ വെക്കാൻ നീ പോകണ്ട. കിസ് ഓഫ് ലവ് അപ്പടിന്നാ അതൊരു പെരിയ കഥ സ്വാമി. കിസ് ഓഫ് ലവ് പോയെന്നെല്ലാം പഠിക്കടാ. നിനക്ക് എത്ര സപ്ലൈ ഉണ്ട്? അളിയ നീയോ? അളിയ സംസ്കാരം, മാർക്സും ലെനിനും പഠിപ്പിച്ച സംസ്കാരം, പാവങ്ങളുടെ സംസ്കാരം, അധ്വാനിക്കുന്നവന്റെ സംസ്കാരം. എന്നിരുന്നാലും കിസ് ഓഫ് ലവ് അത് പാശ്ചാത്യ സംസ്കാരമല്ലേ? എന്നിരുന്നാലും യുഗമാണ്, ചൈന മാറി, ഇന്ത്യയെ മാറട്ടെ, മാറ്റം അനിവാര്യമാണ്. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും. പക്ഷേ അളിയ ഇന്നവന്മാര് മുമ്പരം കാണിച്ചില്ലേ, നാളെ. അതുകൊണ്ട് അളിയ നമുക്ക് പോകാൻ കേട്ടോ. നീ പോണ്ട, നീ പോണ്ട, പോണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ പോണ്ട, അത്ര തന്നെ. എവിടെയാണ് മച്ചാനെ? കിസ് ഓഫ് ലവ്. Kiss is an expression of love. A stolen kiss is not as good as a legal one. Kiss makes the heart young again. I'm all for it. Are you? നീ പോ മച്ചാനെ, ഞാൻ ഉണ്ട് കൂടെ. ഐസ്ബർഗ് ചലഞ്ചോ അല്ലേ? മൈട്രി ചലഞ്ചോ അതും അല്ലേ? കിസ് ഓഫ് ലവോ? ഇക്കരെ കടിച്ചിരണം, ഞാൻ അനുഭവിക്കില്ല. കോൺസെപ്റ്റ് നല്ലതാണ്, പക്ഷേ കണ്ടീഷൻ മോശമാണ്. കുറെ തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, സാദാചാര തെണ്ടികൾ. പോവത്തില്ലെന്ന്. ആ എന്റെ പടമൊന്നും ടീവി വരത്തില്ല. ഞാൻ ഹോസ്റ്റലിലാണ്, കോളേജ് ഹോസ്റ്റലിലാണ്.
ഇറങ്ങിയിട്ടില്ല. ആ, ഇവിടെ തന്നെ ഉണ്ട്, പേടിക്കണ്ട. ആ, എന്റെ അളിയ രാവിലെ തൊട്ട് എന്റെ പൊന്നമ്മച്ച് വിളി തുടങ്ങിയതാ. എന്റെ പൊന്നെ, കൊച്ചിയിൽ സമരം നടക്കുന്നുണ്ട്, ചുമ്മന സമരം, പൂവല്ലേ പൂവല്ലേ എന്ന്. എന്റെ പടം ടി വിയിൽ കാണില്ലേ എന്നൊക്കെ. അയ്യോ, എന്റെ അളിയ നിനക്കറിയാലോ, പാൽപ്പായസം മുന്നേ കൊണ്ടുവച്ചിട്ട് കഴിക്കില്ലേ കഴിക്കില്ലേ നമുക്ക് വെച്ചു. അതുപോലെ കഴിയുമ്പോ കോളേജിലെ മെയിൻ കലിപ്പന സദാചാര പോലീസ്. എന്റെ അളിയ നിനക്കറിയാലോ, ഈ പൊതുസ്ഥലത്ത് നിന്ന് മൂത്രം ഒഴിക്കാം, അതുപോലെ പെമ്പിളരെ കമ്മന്റ് അടിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ പൊതുവായിട്ടൊന്ന് കിസ്സടിച്ച ഇത്ര വലിയ പ്രശ്നമാണോ? ഒന്ന് ചുംബിച്ച ഇത്ര വലിയ നഷ്ടമാണോ? എന്റെ അളിയ ഞാൻ വരും, ഞാൻ വന്നിരിക്കും. ആ, ഈ ധൈര്യമായിട്ട് വരും. നാട്ടിലേക്കല്ലേ ഞാൻ എത്തി. എന്റെ പൊന്നമ്മച്ചി, പോവാടാ. ഞാൻ ചേട്ടാ go for it, bro. ഹലോ, ഇത് ഞാനടാ, ജോൺ തന്നെയാണ്. എന്തായി, നീ നിന്റെ ബഡീസും എത്തുകയല്ലേ? 4:30 തന്നെ പരിപാടി. പിന്നെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ജലജേച്ചിയില്ലേ, ആ ജലജേച്ചിയുടെ വീട്ടിലേക്ക് ദുബായ്ക്കാരൻ സണ്ണി ചേട്ടനില്ലേ, ആ ചേട്ടത്തിണ്ടി അയാളുടെ പണ്ട് ഞാൻ പള്ളി പെരുന്നാളിന് സീനായി നിനക്കറിയാല. പുള്ളിക്കാരുടെ വീട്ടിലേക്ക് കയറിപ്പോന്ന് കണ്ടട്ടാ. അപ്പൊ തന്നെ നമ്മുടെ ടീംസിനെ വിളിച്ച് ഞാൻ ആ വീട് സ്കെച്ച് ചെയ്ത് വളഞ്ഞ്. ബാക്കി സീൻ പടി ഞാൻ നിന്നെ കാണുമ്പോ പറയാനുള്ള സീനുള്ളൂ, ഞാൻ കാണുമ്പോ പറയാട്ടാ. പിന്നെ നമ്മുടെ പരിപാടിയുടെ പേരില്ലേ, കിസ് ഓഫ് ലവ്. ഇത് സദാചാര തണ്ടികൾക്കുള്ള ഒരു പണിയാണ്, ഒരു ചെറിയ പണി ബൈ ന്യൂ ജനറേഷൻ. പണ്ട് ഏതോ ഒരു പ്രാഞ്ചേട്ടൻ പറഞ്ഞതുപോലെ, മാറ്റുവിൻ ചട്ടുകങ്ങളെ, അല്ലെങ്കിൽ അത്